ദുർബലവും ഛിന്നഭിന്നവുമായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. തീവ്ര പ്രത്യാശാസ്ത്രങ്ങൾ, ആഴത്തിലുള്ള ആഭ്യന്തര ഭിന്നതകൾ, നിരവധി കലാപങ്ങൾ എന്നിവ വലയം ചെയ്യപ്പെട്ട ആ രാജ്യം വർഷങ്ങളായി തകർച്ചയുടെ വക്കിലാണെങ്കിലും നിലത്ത് വീഴാതെ അധികാരികൾ രാജ്യത്തെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ അസ്ഥിരത ഉണ്ടായിട്ടും രാജ്യം ഭീകരവാദത്തെ മാത്രം കാര്യമായി തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാനെ മാത്രമല്ല, പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവരെയും കുറ്റപ്പെടുത്തണമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനെ പണ്ട് മുതലേ പിന്തുണച്ചിരുന്ന രണ്ട് രാജ്യങ്ങളാണ് ചൈനയും തുർക്കിയും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ തുർക്കി പാകിസ്ഥാനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. തുർക്കി സഹായിക്കുമെന്ന് അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം രാജ്യം തള്ളിക്കളഞ്ഞു. ലോകത്തിന് ഒരു യുദ്ധം കൂടി താങ്ങാനാകില്ലെന്നാണ് തുർക്കി പ്രസിഡന്റ് തുറന്നു പറഞ്ഞത്. കൂടുതൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കണമെന്നാണ് അഖാറയിലെ ക്യാമ്പയിനിൽ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനിടെ ആയുധങ്ങളുമായി തുർക്കിയുടെ സൈനിക വിമാനം പാകിസ്ഥാനിൽ എത്തിയോ എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. തുർക്കി വ്യോമസേന ഉപയോഗിക്കുന്ന ഹെർക്കുറീസ് C-130 ചരക്ക് വിമാനമാണ് പാകിസ്ഥാനിൽ എത്തിയത്. പാക് സൈന്യത്തിന്റെ പടക്കോപ്പുകളും മറ്റു കൈകാര്യം ചെയ്യുന്ന രഹസ്യ കേന്ദ്രങ്ങളുള്ള കറാച്ചിയിലാണ് വിമാനം എത്തിയത്. എന്നാൽ തുർക്കി വിമാനം പാകിസ്ഥാനിൽ ഇറങ്ങിയത് ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടിയാണെന്നാണ് തുർക്കി വിശദീകരണം നൽകിയിരിക്കുന്നത്. അമേരിക്ക, റഷ്യ തുടങ്ങിയ വമ്പന്മാരെയെല്ലാം നിരത്തിലിറക്കിയ സ്ഥിതിക്ക് പിന്മാറുകയാണ് നല്ലതെന്ന് തുർക്കിക്ക് തോന്നിക്കാണും എന്നാണ് സത്യം. പക്ഷേ പിന്മാറാൻ ചൈന തയ്യാറല്ല. പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകി സൈനികപരവും ആയുധപരവുമായി പിന്തുണ ഉറപ്പിക്കാൻ തന്നെയാണ് ചൈനയുടെ തീരുമാനം.